കോഴിക്കോടൻ കോഴി ബിരിയാണി. അപ്പോൾ ഇങ്ങനെ ദമ്മിടുകയല്ലേ. ആദ്യം തന്നെ കുറച്ച് നെയ്ച്ചോറുണ്ടാക്കിയെടുക്കാം. 3.5 കപ്പ് ജീരകശാല അരിയാണ് എടുത്തിട്ടുള്ളത്. ഒരു കുക്കറിലേക്ക് സൺഫ്ലവർ ഓയിലും നെയ്യും ചൂടാക്കി ഒരു ഉള്ളി ഒന്ന് വാട്ടിയെടുക്കണം. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്ന രീതിയിലാണ് എടുത്തിട്ടുള്ളത്. വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. ഈ ചൂടുവെള്ളം ആ കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി പട്ട, ഏലക്ക, ഗ്രാമ്പു ഇത്രയും സ്പൈസസ് തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് വേണം ഇട്ട് കൊടുക്കാൻ. വേണമെങ്കിൽ നിങ്ങൾക്ക് ഉള്ളി വാട്ടുന്ന സമയത്ത് എണ്ണയിലേക്കും ചേർത്ത് കൊടുക്കാം. ഇനി ഉപ്പ് ആവശ്യത്തിന് ഇട്ടതിന് ശേഷം അരി കഴുകി അതും കൂടെ ചേർക്കാം. അരി കുതിരാനൊന്നും വെച്ചിട്ടില്ല. കഴുകിയ പാടെ വെള്ളം വടിഞ്ഞതിന് ശേഷം അതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുക്കർ അടച്ച് വെച്ച് ഒരൊറ്റ വിസിൽ. അപ്പോഴത്തേക്കും നെയ്ച്ചോറ് ഒരു 85% വെന്തിട്ടുണ്ടാവും. ഇനി 7 ഉള്ളിയും 3 തക്കാളി എടുത്തിട്ടുണ്ട്. ഇതിൽ ഒരു ഉള്ളി ഞാൻ ഉള്ളി പൊരിക്കാൻ വേണ്ടി മാറ്റുക കേട്ടോ. ബിരിയാണിയുടെ ഇടയിൽ നമുക്ക് ചേർത്ത് കൊടുക്കാനാണ്. സൺഫ്ലവർ ഓയിലാണ് ഈ ഉള്ളി പൊരിച്ചെടുക്കുന്നത്. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും തന്നെ കോരി മാറ്റണം, ഇല്ലെങ്കിൽ അത് കറുത്തു പോകും. ഇനി ഉള്ളി പൊരിച്ച അതേ എണ്ണയിൽ തന്നെയാണ് കേട്ടോ ബാക്കി മസാല വഴറ്റാൻ പോണത്. അപ്പം ബാക്കിയുള്ള ഉള്ളിയെല്ലാം അരിഞ്ഞെടുത്ത് ഈ എണ്ണയ്ക്കകത്ത് നല്ലോണം വഴറ്റിയെടുക്കാം. കുറച്ച് ഉപ്പിട്ടാൽ പെട്ടെന്ന് വാടി കിട്ടും. ഇനി ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെ എണ്ണ ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് കൂട്ടാവുന്നതാണ്. ഒരുപാട് എരിവ് ഇഷ്ടമാണെങ്കിൽ. പിന്നെ ഇതെല്ലാം ഒന്ന് ചതച്ച് വഴറ്റിയെടുത്തതിന് ശേഷം ഒരു 3 വലിയ തക്കാളിയും കൂടെ ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. പിന്നെ ഒരു കൈപ്പിടി നിറയെ മല്ലിയില, അതിൻ്റെ പകുതിയോളം മതി നമ്മുടെ പുതിനയില, അതും കൂടെ അരിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കണം. പിന്നെ 1 കിലോ കോഴിയും കൂടെ ഇട്ട് ഇതൊന്ന് മിക്സ് ആക്കിയെടുക്കാം. ഇനി നമ്മൾ പൊടികളായിട്ട് ആകെ ചേർത്തുന്നത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത ബിരിയാണി മസാല പൗഡറാണ്. ഇപ്പം 1 ടീസ്പൂൺ ബിരിയാണി മസാല പൗഡർ മാത്രമേ ഈ സ്റ്റേജിൽ ചേർക്കുന്നുള്ളൂ കേട്ടോ. അതും കൂടെ ചേർത്ത് പിന്നെ കുറച്ചും കൂടെ ഉപ്പ് ആവശ്യമുണ്ടായിരുന്നു. അതും കൂടെ ആഡ് ചെയ്തതിന് ശേഷം വഴറ്റി ഒന്നും കൂടെ മൂടി വെച്ച് വേവിച്ചെടുക്കാം. കുറച്ച് കഴിഞ്ഞ് തുറന്നിട്ട് നമുക്ക് കുറച്ച് ലെമണും കൂടെ പിഴിഞ്ഞ് ഒരു 1/4 കപ്പ് തൈരും കൂടെ ചേർക്കാം. പുളി ഇഷ്ടമാണെങ്കിൽ കുറച്ചും കൂടെ കൂട്ടാം കേട്ടോ, ക്വാണ്ടിറ്റി എല്ലാം. ഇതും കൂടെ ചേർത്ത് നന്നായി മൂടി വെച്ച് കോഴിയെല്ലാം വെന്തതിന് ശേഷം മസാല ഏകദേശം കുറച്ചൊരു ഡ്രൈ ആയിട്ട് വരും. ഒരുപാട് ഡ്രൈ ആക്കണ്ട. ഇതുപോലെ വെന്തതിന് ശേഷം ഇനി നമുക്ക് ദമ്മിടാം. നമ്മൾ വേവിച്ച് വെച്ച നെയ്ച്ചോറ്, അതിൻ്റെ മേലെ 1 ടീസ്പൂൺ നെയ്യ്, കുറച്ച് മല്ലിയില, നേരത്തെ പൊരിച്ച് മാറ്റി വെച്ച ഉള്ളി. ഈ പ്രോസസ്സ് വീണ്ടും നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നു. നേരത്തെ ഉണ്ടാക്കി വെച്ച നെയ്ച്ചോറ്, കുറച്ച് നെയ്യ്, മല്ലിയില, പൊരിച്ചുള്ളി, ഇതൊക്കെ വീണ്ടും അതിൻ്റെ മേലെ ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് നല്ലോണം പ്രസ് ചെയ്ത് ദമ്മാക്കി വെക്കാം. ഇനി ഇത് നമ്മൾ ഏറ്റവും ലോ ഫ്ലെയിമിലാണ് അടുപ്പത്ത് വെക്കുക കേട്ടോ. ഇതിൻ്റെ മേലെ ഒരു 1/2 ടീസ്പൂണും കൂടെ ബിരിയാണി മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായി പ്രസ് ചെയ്യണേ. സൈഡിലൂടെ എല്ലാം ആവി ഒരുപാട് പുറത്തോട്ട് പോകാത്ത വിധത്തിൽ വേണം പ്രസ് ചെയ്ത് കൊടുക്കാൻ. ഇനി ആ ലോ ഫ്ലെയിമിൽ കിടന്നിട്ട് ആ ചെറിയൊരു ആവി മേലോട്ട് വന്ന് ഈ ചോറിലേക്കെല്ലാം ആ ഫ്ലേവർ നന്നായിട്ട് കയറി വരും. ആ ചിക്കൻ്റെയും മസാലയുടെ ഒക്കെ ഫ്ലേവർ കയറി വരും. അപ്പോഴാണ് നമ്മുടെ ദം നല്ല സെറ്റായിട്ടുണ്ടാവും കേട്ടോ. ഇനി ഓഫാക്കി ഒരു 10-15 മിനിറ്റിന് ശേഷം ഫ്ലെയിം ഓഫാക്കുക. പിന്നെ അപ്പം തന്നെ തുറക്കരുത്. ഒരു 15 അരമണിക്കൂർ കഴിഞ്ഞ് തുറന്നു കഴിഞ്ഞാൽ കഴിച്ച